നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നോട് ബി.ജെ.പി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി മലപ്പുറം ഡി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ്. എം.ടി. രമേശാണ് ചർച്ച നടത്തിയതെന്നും കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെന്നും ബീന ജോസഫ് പറഞ്ഞു. എം.ടി. രമേശ് ഇപ്പോൾ കോഴിക്കോട്ട് ഞങ്ങളുടെ പ്രതിനിധി മിഥില ബാലനൊപ്പമുണ്ട്. തത്സമയം മിഥില. തീർച്ചയായും ഇതിലിനി എം.ടി. രമേശിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മലപ്പുറം ഡി.സി.സി ജനറൽ സെക്രട്ടറിയായി താങ്കൾ ചർച്ച നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിൽ നിജസ്ഥിതി? മലപ്പുറം ഡി.സി.സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്കല്ല, അവരുടെ അഭിഭാഷകയാണ്, മഞ്ചേരി ബാറിലെ പ്രമുഖയായ ഒരു അഭിഭാഷകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോമൺ ഫ്രണ്ടിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കാനാണ് അവരെ കണ്ടത്. സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യും എന്നുള്ളത് ചർച്ച ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു ഇന്നത്തെ നിലക്കൊരു എന്തെങ്കിലും രാഷ്ട്രീയ റിലവൻസ് ഉള്ള ഒരു കൂടിക്കാഴ്ചയായിട്ട് ഞാനതിനെ കാണുന്നില്ല. അതൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനം മാത്രമായിരുന്നു. അവിടെ ബി.ജെ.പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ അപ്പോൾ നിലവിൽ നോക്കുന്നത്? നിലവിൽ തീരുമാനിച്ചിട്ടുണ്ടോ അവിടെ സ്ഥാനാർത്ഥി വെക്കണോ എന്ന കാര്യത്തിൽ? ഒന്ന് സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ബി.ജെ.പി ഈ ഘട്ടത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഒന്ന്, നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പാർട്ടിയുടെ സ്വീകരിക്കേണ്ട സമീപനം ഞങ്ങൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. കാരണം ആ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു രാഷ്ട്രീയ റിലവൻസും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു പ്രസക്തിയില്ല. കാരണം ചില വ്യക്തികളുടെ ദുർവാശിക്കും ദുശാഠ്യത്തിനും വഴങ്ങിക്കൊടുക്കേണ്ടതല്ല ജനാധിപത്യ സംവിധാനം. നിലമ്പൂരിൽ സംഭവിച്ചത് അങ്ങനെയുള്ളതാണ്. എന്തിനാണ് അദ്ദേഹം എം.എൽ.എ സ്ഥാനം രാജിവെച്ചത് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ചില ദുർവാശികൾക്ക് പുറത്ത് അദ്ദേഹം എം.എൽ.എ സ്ഥാനം രാജിവെച്ചു, ജനങ്ങൾ അനാഥമാക്കി. ഇപ്പോൾ 8 മാസത്തിനപ്പുറത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അതിനിടയിൽ ഈ ഷോർട്ട് ടേം പീരീഡിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നിലവിലെ ജനങ്ങളെ കൊണ്ടുചെന്നെത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ അപരാധമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. തീരുമാനമെടുത്തിട്ടില്ല. പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ NDA നേതൃയോഗമാണ് അവസാനമായി തീരുമാനമെടുക്കേണ്ടത്. NDA യോഗം തീരുമാനത്തിന് ശേഷം മത്സരിക്കാൻ NDA തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുമോ അവിടെ വരിക? എല്ലാ സാധ്യതകളും പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള ആത്യന്തികമായ തീരുമാനം വന്നാൽ മാത്രമല്ലേ അവിടെ ഒന്ന് BJP ആണോ മത്സരിക്കേണ്ടത്, BDJs ആണോ മത്സരിക്കേണ്ടത് തീരുമാനിക്കണം. കാരണം 2016 BDJസും 2021 BJP മത്സരിച്ചതാണ്. സ്വാഭാവികം ഇപ്രാവശ്യം ആര് മത്സരിക്കണമെന്നുള്ള NDA നേതൃയോഗം തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ BJP ആണ് മത്സരിക്കേണ്ടതെങ്കിൽ അത് പാർട്ടി സ്ഥാനാർത്ഥിയാണോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ എന്ന് പിന്നീട് ആലോചിക്കുകയുള്ളൂ. അത് അവിടുത്തെ പ്രവർത്തകന്മാരോട് കൂടി ഒന്ന് ആലോചിക്കണം. എന്നിട്ട് മാത്രമേ തീരുമാനമെടുക്കുള്ളൂ. ബീന ജോസഫ് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് UDF നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ല ഇപ്പോൾ അവിടെ നടന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ BJP അത്തരമൊരു ചർച്ചയാണോ താങ്കളുമായി നടത്തിയത്? അല്ല, അതൊന്നും അവരെന്നോട് പറഞ്ഞിട്ടില്ല. കാരണം UDFനകത്തെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. അവിടെ പല ആളുകളുടെ പേര് വന്നിട്ടുണ്ടാകും, പല ആളുകൾ പരിഗണിച്ചത് UDFൻ്റെ രാഷ്ട്രീയമാണ്. അവരൊരു സ്ഥാനാർത്ഥിയുടെ പ്രോസസ്സിനെ കുറിച്ച് ഞാനെന്തിന് അഭിപ്രായം പറയുന്നത്? ഏതായാലും ഞങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ അത്തരം വിഷയങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. പിന്നെ പൊതുവെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ധാരാളം കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കന്മാരും പ്രവർത്തകന്മാരും പാർട്ടിക്കകത്തേക്ക് വരികയാണ്. നരേന്ദ്രമോദിയുടെ വികസന അജണ്ട സ്വീകരിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾ കേരളത്തിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് അനുകൂലമായിട്ട് ധാരാളം ആളുകൾ മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കുറേ പ്രവർത്തകന്മാരും BJPയിലേക്ക് ചേർന്നത്. അദ്ദേഹവും പറഞ്ഞത് വികസിത കേരളം എന്ന അജണ്ടയോടുള്ള താല്പര്യപ്രകാരമാണ് ചേർന്നിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇടുക്കിയിൽ അവിടുത്തെ DCC ജനറൽ സെക്രട്ടറി രാജിവെച്ച് BJPയിൽ ചേർന്നത്. SFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടിയിൽ ചേർന്ന അടുത്ത ദിവസമാണ്. അപ്പോൾ ധാരാളം ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാ പാർട്ടിയിലും പെട്ടിട്ടുള്ള പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയും സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് ആര് വരുമ്പോഴും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഈ നിലമ്പൂർ ഇപ്പം അങ്ങനെയാണെങ്കിൽ ബീന ജോസഫിന് സാധ്യതയുണ്ടോ BJPയിലേക്ക്? അവരിപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അവരുടെ സാധ്യതയെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് പറയുക? അത് അവർ പറയേണ്ട കാര്യമാണ്. അവർക്ക് അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചാൽ BJP അതിനെക്കുറിച്ച് ആലോചിക്കും. നിലവിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. തുടർ ചർച്ചയിൽ അവർ പ്രതീക്ഷയുണ്ട് അവർക്ക്? അല്ല, തുടർ ചർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയമാണല്ലോ. അവർ താല്പര്യം പ്രകടിപ്പിച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കതിൽ വിമുഖതയൊന്നുമില്ല. അവർ താല്പര്യം പ്രകടിപ്പിക്കേണ്ടത്. അവർ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ നിലക്ക് എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉയർന്നു വന്നിട്ടില്ല. പിന്നെ സ്ഥാനാർത്ഥി ആരാവണമെന്ന് ഞാൻ പറഞ്ഞു. മത്സരിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ സ്ഥാനാർത്ഥി ആരാവണമെന്നതിനെക്കുറിച്ച് ആലോചിക്കും. തീർച്ചയായും ഇതാണ് എം.ടി. രമേശിന് ഈ കാര്യത്തിൽ നൽകാനുള്ള വിശദീകരണം. രാഷ്ട്രീയമായ ഒരു ചർച്ച നടത്തിയില്ല. പക്ഷേ അതേസമയം തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബീന ജോസഫിന് BJPയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നും എം.ടി. രമേശ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, എം.ടി. രമേശാണ്
ഞങ്ങളുടെ പ്രതിനിധി മിഥില ബാലനോട് സംസാരിച്ചത്. അതിൽ കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു, ഒരു അഭിഭാഷകയാണ്, അത്തരത്തിലേക്ക് ഒരു കൂടിക്കാഴ്ച നടത്തിയതാണ്. അതിൽ രാഷ്ട്രീയം ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് BJP-യുമായി ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ, ആ തരത്തിലേക്കൊക്കെയുള്ള താല്പര്യമുണ്ടെങ്കിൽ അത് പരിഗണിക്കുമെന്ന് കൂടി MT രമേശ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്.